നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. സാമന്ത റൂത്ത് പ്രഭു ഇപ്പോൾ തന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സമയം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടി ബേബി ബമ്പുമായി സാമന്ത പൊതുമാധ്യമങ്ങളിൽ എത്തുന്ന ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലും ശ്രദ്ധ നേടാറുള്ള കാര്യമാണ്. ഇപ്പോഴത്തെ രസകരമായ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് അമ്മയാവാൻ പോകുന്ന സാമന്ത. മറ്റൊന്നുമല്ല, ഇപ്പോൾ തന്റെ വാർഡ്രോബിലെ ഒരു വസ്ത്രവും കയറുന്നില്ല എന്ന വിഷമമാണ് താരം പങ്കുവച്ചിരിക്കുന്നത്. ഇത് ഇന്ന് എനിക്കൊരു മിനി ഹാർട്ട് ബ്രേക്ക് തന്നു അത്രേ. ഈ ഹാർട്ട് ബ്രേക്കിന് ശേഷം എടുത്ത ഒരു മിറർ സെൽഫി ചിത്രത്തിന് ഒപ്പമാണ് സാമന്ത റൂത്ത് പ്രഭു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചിരിക്കുന്നത്. പക്ഷേ ആ മിനി ഹാർട്ട് ബ്രേക്ക് 2 സെക്കൻഡ് നേരം മാത്രമേ നീണ്ടു നിന്നുള്ളൂ. 2 ജോഡി ഡ്രസ്സുകൾ മാത്രമായി ഞാനൊരു അവധിക്കാല യാത്ര പോവുകയാണ് എന്നാണ് സ്റ്റോറിയിൽ സാമന്ത പറഞ്ഞിരിക്കുന്നത്. അമ്മയാവുന്നതിൽ വളരെ അധികം സന്തോഷമെങ്കിലും എക്സൈറ്റ്മെന്റഡ് ആണെന്നും സാമന്ത പറയുന്നുണ്ട്. മാതൃത്വം എന്നത് താൻ ആഗ്രഹിക്കുന്ന ഒന്നാണെന്നും എത്രയും പെട്ടെന്ന് അമ്മയാവണം എന്ന സന്തോഷം പലപ്പോഴും സാമന്ത പങ്കുവെക്കുന്നുണ്ടായിരുന്നു. ആദ്യ വിവാഹ ബന്ധത്തിലെ ഈ ആഗ്രഹം സാമന്ത പ്രകടിപ്പിച്ചിരുന്നതാണ്. 4 വർഷം ആ ബന്ധം മുന്നോട്ട് പോയെങ്കിലും സാമന്ത ആഗ്രഹിച്ചതുപോലെ അമ്മയാകാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോഴിത് ഒരുപാട് പ്രതീക്ഷയോടെ ഗർഭം ധരിച്ചിരിക്കുകയാണ് സാമൻ. 2025 ഡിസംബർ 1 ആയിരുന്നു രാജ്നിധി മോരുവുമായുള്ള വിവാഹം. ഫാമിലി മാൻ, സിറ്റാഡിൽ, ഹണി ബണ്ണി എന്നീ ചിത്രങ്ങളുടെ സംവിധായകരിൽ ഒരാളാണ് രാജ്. ആ ഷൂട്ടിംഗ് സെറ്റിലെ സൗഹൃദമാണ് പ്രണയത്തിലേക്ക് എത്തിയത്. വിവാഹത്തിന് ശേഷം ഇരുവരും ഒന്നിച്ച് പ്രവർത്തിച്ചത് മായിന്തി ബംഗാരം എന്ന തെലുങ്ക് തമിഴ് ഭാഷാ ചിത്രത്തിലാണ്. അതിനുശേഷം സാം കരിയറിൽ നിന്ന് ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണ് എന്ന് ആരാധകരെ അറിയിക്കുകയായിരുന്നു. ആരോഗ്യപരമായ കാര്യങ്ങളെ തുടർന്ന് നേരത്തെ സാമന്ത ഇൻഡസ്ട്രിയിൽ നിന്ന് ചെറിയ ബ്രേക്ക് എടുത്ത് നിന്നിരുന്നു. എന്നാൽ വീണ്ടും തിരിച്ചു വരികയും ഇൻഡസ്ട്രിയിൽ തന്റെ നില ഉറപ്പിക്കുന്നതും സാമന്ത സംബന്ധിച്ച സമ്മർദ്ദവും ടെൻഷനും ഒക്കെ നൽകിയിരുന്ന കാര്യമാണ്. എന്നാൽ ഇപ്പോൾ ഈ മെറ്റേണിറ്റി ലീവിലേക്ക് കടക്കുന്നത് സന്തോഷത്തോടെയാണ് എന്നും താരം പറയുന്നുണ്ട്. അമ്മയായതിനു ശേഷം ഏതാനും മാസങ്ങൾക്കകം തിരിച്ചെത്തുമെന്നുമാണ് സാമന്ത ആരാധകരോടായി പറഞ്ഞിട്ടുള്ളത്. 2022 സാമന്തയ്ക്ക് മയോസിറ്റിസ് എന്ന അപൂർവ ഓട്ടോ ഇമ്മ്യൂൺ രോഗം സ്ഥിരീകരിക്കുന്നത്. തുടർന്ന് രോഗം ഭേദമാകുന്നതിനായി അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്ത് തന്നെ ഏറെ നേരം മാറി നിൽക്കുകയാണെന്നു താരം. മയോസിറ്റിസുമായുള്ള തന്റെ പോരാട്ടത്തെക്കുറിച്ച് സാമന്ത മുൻപും തുറന്നു പറഞ്ഞിട്ടുണ്ട്. പുതിയ തെലുങ്ക് ചിത്രമായ മായിന്തി ബംഗാരത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് അഭിമുഖത്തിൽ സാമന്ത പറഞ്ഞ വാക്കുകളും ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. ചെറിയ പഠനത്തിൽ നിന്ന് സിനിമയിലെത്തിയ ഇത്രയധികം സ്നേഹവും താരപതിയും ലഭിച്ച് തന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്നാണ് സാമന്ത പറയുന്നത്. എവിടെ നിന്നോ വന്ന ഒരു ചെറിയ പട്ടണത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടി സ്റ്റാർഡം അനുഭവിക്കുന്നു, ആളുകളുടെ സ്നേഹം നേടുന്നു. ഇതെല്ലാം തന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യമായിരുന്നു. പ്രേക്ഷകർ എന്റെ സിനിമകൾക്കായി കാത്തിരിക്കുകയും എന്റെ പേര് വിളിച്ച് ആർപ്പ് വിളിക്കുകയും ചെയ്യുമ്പോൾ അത് എന്നെ ആവേശഭരിതയാക്കിയിരുന്നു. താരപദവി എന്ന കളിയിൽ ഞാൻ അടിമയായി മാറിയിരുന്നു. 1 വർഷം ഞാൻ തുടർച്ചയായി 5 സിനിമകൾ ചെയ്തതായി ഓർക്കുന്നുണ്ട്. അവയെല്ലാം ഹിറ്റാവുകയും ചെയ്തപ്പോൾ ഗോൾഡ് ലെഗ് എന്ന വിശേഷവും എനിക്ക് ലഭിച്ചിരുന്നു. ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി നിൽക്കുന്നതിലും പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് സാമന്ത പറഞ്ഞത്. അഭിനയ ജീവിതത്തിലെ തിരക്കുകൾക്ക് ിടയിൽ മയോസിറ്റിസ് ബാധിച്ചപ്പോഴാണ് സാമന്തയ്ക്ക് സിനിമയിൽ നിന്ന് നിർബന്ധിത ഇടവേള എടുക്കേണ്ടി വന്നത്. ആ ഇടവേള ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് തന്നെ മാറ്റാൻ സഹായിച്ചു എന്നും താരം വ്യക്തമാക്കുന്നുണ്ട്. അന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുവാൻ ആഗ്രഹിച്ചിരുന്ന സമയമായിരുന്നു. കൂടുതൽ സിനിമകൾ ചെയ്യണമെന്നായിരുന്നു ചിന്ത. അഭിനേതാക്കളായാൽ അവസാനമില്ലെന്ന തോന്നൽ വരും, ഒരുതരം അഹങ്കാരം ഉണ്ടാകും. പക്ഷേ ഈ ഇടവേളയ്ക്ക് ശേഷം ആ അവസാനത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ട്. അതാണ് എന്നെ പല രീതിയിൽ മാറ്റിയത്. തിരികെ അഭിനയത്തിലേക്ക് വരുമ്പോൾ പഴയ ചില ശീലങ്ങളും സമീപനങ്ങളും മാറ്റണമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു എന്നായിരുന്നു സാമന്ത പറഞ്ഞത്. 2022 സാമന്തയ്ക്ക് മയോസിറ്റിസ് സ്ഥിരീകരിക്കുന്നത്. ഖുഷി എന്ന ചിത്രത്തിന്റെ ചിത്രീകരണത്തിന് ഇടയിലായിരുന്നു രോഗനിർണയം നടന്നത്. തുടർന്ന് മാസങ്ങളോളം ചികിത്സയ്ക്കും വിശ്രമത്തിനുമായി സിനിമയിൽ നിന്നും വിട്ടുനിന്ന താരം പിന്നീട് അഭിനയ രംഗത്തേക്ക് മടങ്ങിയെത്തുകയായിരുന്നു ഉണ്ടായത്.